വരുൺ ഞാനിതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ ജോലിയൊക്കെ ഒതുക്കി കിടക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ വരുൺ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായത്. ദാ കട്ടൻ കാപ്പി. താങ്ക് യു. ഈ ഭർത്താവ് ഉറക്കൊഴിച്ച് ജോലി ചെയ്യുമ്പോൾ ഈ കട്ടൻ കാപ്പിയും കൊണ്ട് വരുന്ന ഭാര്യ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഐശ്വര്യം. ഞാൻ പോവാ. ഇക്കടോ, അച്ഛൻ എന്നെ ഒരു വലിയ ജോലി ഏൽപ്പിച്ചിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ കമ്പനിക്ക് ഇതുവരെ ഉണ്ടായതിലും വലിയൊരു നേട്ടം ഉണ്ടാക്കുന്നൊരു കാര്യം. തോറ്റുപോയി എല്ലാം പാളിപ്പോകും. തോൽക്കില്ല. എന്താ അത്ര ഉറപ്പ്? ചെയ്യുന്നാളുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരിടത്തും തോൽക്കരുതെന്ന്. അത് പറ. ഇപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി. ഞാൻ നാളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യും. ഈ ബിസിനസ് കണിമംഗലത്തെ ഉയർത്തുകയും ചെയ്യും. ബിക്കോസ് എന്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നേരം പാതിരാത്രി ആരെങ്കിലും എഴുന്നേറ്റ് വന്ന് കണ്ടാലുണ്ടല്ലോ, ഞാൻ പോവാ. വേണ്ട, ജോലിയിലുള്ള ശ്രദ്ധ പോണ്ട്. അത് ചെയ്തു തീർക്കാൻ നോക്ക്. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? വരുണിന് കൂട്ടിരിക്കായിരുന്നോ അതോ? അല്ല, ഞാൻ നോക്കിയപ്പോ ഇതിനകത്ത് വെളിച്ചം കണ്ടു. ഈ നേരത്ത് ആരാ ഉറങ്ങാതിരിക്കുന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇറങ്ങി നോക്കിയതാ. അതെന്തായാലും നന്നായി. ഞാൻ കട്ടൻ കാപ്പി കൊടുക്കാൻ വന്നതാ. കയ്യിൽ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടെങ്കിലേ എന്താ പറയാൻ പറ്റാത്തത് അല്ലേ? അല്ല, നീ വരുണിന്റെ കാര്യത്തിൽ ഒരുപാടങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ അനുജത്തിയുടെ ഭർത്താവിനെ ശ്രദ്ധിക്കുന്നത് ചേട്ടത്തിയാണോ? അതെ, എന്റെ കാര്യത്തിൽ ആര് ശ്രദ്ധിച്ചാലും ഏട്ടത്തിക്ക് എന്താ? ഓ, എനിക്കൊന്നുമില്ല. പക്ഷേ നേരം അർദ്ധരാത്രിയാ. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെന്ന് കണ്ടിരുന്നെങ്കിലേ തെറ്റിദ്ധരിച്ചാനെ. എന്ന് പറഞ്ഞാ ഏട്ടത്തി തെറ്റിദ്ധരിച്ചിട്ടില്ല. എന്റെ ഏട്ടത്തിക്ക് നല്ല മനസ്സാ, അല്ലേ ഏട്ടത്തി? ഏട്ടത്തി ഇതൊരു വല്ലാത്ത രോഗമാണ്. ഏട്ടത്തി പറഞ്ഞില്ലേ, വെളിച്ചം കണ്ടു പോയി നോക്കണമെന്ന്. അന്യന്റെ കാര്യത്തിലേക്ക് ആവശ്യമില്ലാതെ ഒളിഞ്ഞു നോക്കിയാ ചിലപ്പോ നല്ല അടി കിട്ടും. ഞാൻ ചെയ്യുമെന്നല്ല കേട്ടോ പറഞ്ഞത്. മനസ്സിലായി, വ്യക്തമായിട്ട് മനസ്സിലായി. രാധിക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നിനക്ക് ഇഷ്ടമല്ല. നിന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് രാധികയെ സഹിക്കില്ല. ഓ ഭാഗ്യം. ഇത്തരം ഭാഗ്യമൊക്കെ ചിലർക്കേ കിട്ടൂ. ഒരു തിരുത്തുണ്ട്. ഇത്തരം ഭാഗ്യം നല്ലവർക്കേ കിട്ടൂ. ഏട്ടത്തിക്ക് അത് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് പരിശോധിക്കുന്നതാ നല്ലത്. നല്ല ക്ഷീണമുണ്ടല്ലോ ഏട്ടത്തി, ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ഞാൻ ഉറങ്ങിക്കോളാം. എല്ലാവരും കൂടി കണിമംഗലത്തെ ഉറക്കം കളയാതിരുന്നാ മതി. കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, ആരെങ്കിലും കണ്ട പ്രശ്നമാവും. ഞാൻ പറഞ്ഞതല്ലേ. അതിനിപ്പോ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായി? ഒന്നുമില്ല. ഈ വാശിക്ക് താനൊരു കാര്യം ചെയ്യും. നേരം വെളുക്കുന്നവരെ ഒരു കസേര വലിച്ചിട്ട് താൻ എനിക്ക് കൂട്ടിരിക്കും. ആരവിടെ എന്താ പറയുന്നത് എനിക്ക് അറിയണമല്ലോ. തൽക്കാലം അത്തരം വെല്ലുവിളികൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ചെയ്യാനുള്ള ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർത്ത് ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളത്തെ മീറ്റിങ്ങിന് ഫ്രഷ് ആയിട്ട് പോണ്ടേ? എന്താ എന്നെങ്ങനെ നോക്കുന്നത്? നോക്കി പോകുന്നതാ. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ഇനി ഇങ്ങനെ നോക്കണ്ട.
Hello, Kanimangalam Associates. May I help you? I'm really sorry, sir. Varun sir in the afternoon free out. He has some another important meeting. Okay, sir. മിസ്റ്റർ ഗോപിനാഥ്, ഞാനിങ്ങനെ ഒരു ഡീലിന് തയ്യാറായത് തന്നെ പരമേശ്വർ സാറിനെ വിശ്വസിച്ചാണ്. പക്ഷേ ഇതിപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? ഐ ഡോണ്ട് നോ. ഇന്നലെ ഈവനിംഗ് ആണ് പരമേശ്വർജി വിളിച്ചു പറയുന്നത് അദ്ദേഹമല്ല മകനാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ തമ്മിലുള്ള ബന്ധം വെച്ച് നമുക്കെന്ത് പറയാൻ പറ്റും? ഈ മകൻ വിദേശത്തായിരുന്നില്ലേ? അയാൾ അവിടെ ബിസിനസ് മാനേജ്മെന്റോ മറ്റോ ആണ് പഠിച്ചത്. നോ, ഞാൻ അന്വേഷിച്ചിരുന്നു. ഹീസ് എ ബ്രില്യൻ ഫോട്ടോഗ്രാഫർ. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കമ്പനി മാനേജ്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്ക് അയാളുടെ പ്രസന്റേഷൻ നോക്കാം. അത് നമുക്ക് താല്പര്യമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതിയല്ലോ. ഈ മിസ്റ്റർ പരമേശ്വരനാണെങ്കിൽ വളരെ ഷാർപ്പാണ്. 10 o'clock മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 9:58 തന്നെ പ്രസന്റ് ആയിരിക്കും. നൗ ഇറ്റ്സ് 9:59. Good morning, sir. മോർണിംഗ്. രേഖ, മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? Ade, sir. Ah. They are waiting. ഓക്കെ. പിന്നെ Ah, ഈ മീറ്റിംഗ് കഴിയുന്നവരെ ഒരാളെ പോലും അകത്തേക്ക് കയറ്റിവിടണ്ട. okay, sir. ആരെയും. Okay. ഷാർപ്പ് ടൈമിംഗ് ആണല്ലോ വരും. അച്ഛൻ പഠിപ്പിച്ച് തന്ന ആദ്യത്തെ പാഠം ഇതാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സമയം. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഒരു മിനിറ്റ് പോലും നമ്മൾ അപഹരിക്കാൻ പാടില്ല. ഇരിക്കും. നിങ്ങളെല്ലാവരുടെയും ഡീറ്റെയിൽസ് എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട്. സോ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇപ്പം നിങ്ങളെല്ലാവരെയും എനിക്കറിയാം. ഞങ്ങൾ ഈ സീറ്റിൽ പ്രതീക്ഷിച്ചത് പരമേശ്വര സാറിനെയാണ്. ചോദിക്കുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. പാരമ്പര്യം എന്ന നിലയ്ക്ക് വരുൺ ഈ ബിസിനസ്സിലേക്ക് വന്നതാണോ അതോ ആർ യു റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്? മിസ്റ്റർ ഗോവിന്ദാഥ്, ഈ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രായം നമ്മൾ നടത്തുന്ന ചില വഴികളുണ്ട്. ആ സമയം ആ വഴികളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ദെൻ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് നമ്മളെ പ്ലേസ് ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ ആഴം നമുക്ക് അപ്പം നോക്കിയാൽ പോരെ? ഇന്നോവേറ്റീവായ എന്തോ ഒരു ഐഡിയ, അതാണ് പരമേശ്വരൻ സാർ ഞങ്ങൾക്ക് തന്ന ഒരേ ഒരു അട്രാക്ഷൻ. വാട്ട് ഈസ് ദാറ്റ്? I will show the PPT, but before that I will explain something. See, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും പിന്നീട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി അവസാനിക്കുകയും ചെയ്ത ചില കമ്പനീസൊക്കെ ഉണ്ട്. അത്തരം ചില കമ്പനീസ് പ്രൊഡക്റ്റീവായിട്ടുള്ള ചിലർ ഏറ്റെടുക്കും, അത് റൺ ചെയ്യിക്കും. അന്ന് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണോ അത് നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതായത് പൊളിഞ്ഞുപോയ കമ്പനികൾ ഏറ്റെടുക്കുന്ന ഒരു സാധാരണ ഏർപ്പാട് അല്ലേ? അന്ന് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണോ അത് നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതായത് പൊളിഞ്ഞുപോയ കമ്പനികൾ ഏറ്റെടുക്കുന്ന ഒരു സാധാരണ ഏർപ്പാട് അല്ലേ? ഡെഫിനറ്റ്ലി നോ. ആ കമ്പനികളുടെ പ്രൊഡക്ടിവിറ്റി, ആ കമ്പനിയുടെ പ്രോഡക്റ്റുകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, ആ പ്രോഡക്റ്റുകൾ വീണ്ടും ഇൻഡസ്ട്രിയിൽ എത്തിയാൽ ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ ബൂം, അതിൻ്റെ പ്രോഫിറ്റ്, അതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. സപ്പോസ്
ഇപ്പം നമ്മളൊരു 5 കമ്പനികൾ സെലക്ട് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് റണ്ണിങ് സക്സസ്ഫുള്ളി, ദെൻ നമ്മളെ കാത്തു കിടക്കുന്ന കമ്പനികളും വൈഡ് റേഞ്ച് ബിസിനസ്സുകളും അതിൻ്റെ പ്രോഫിറ്റും ഒരുപക്ഷെ കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റാത്ത അത്രയുമായിരിക്കും. ഒരർത്ഥത്തിൽ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇനിവേ നമുക്ക് വരണ്ടേ പ്രസന്റേഷനിലേക്ക് മൂവ് ചെയ്യാം. യാ, ഓക്കെ, ഐ വിൽ ഷോ ഇറ്റ്. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളെന്താ ഞങ്ങളുടെ വിഡ്ഢികളൊക്കെയാണോ? എക്സ്ക്യൂസ് മീ, ജസ്റ്റ് ഗിവ് മീ 30 സെക്കൻഡ്. പരമേശ്വർ സാറിന് പകരം മകൻ വരുമ്പോ ഞങ്ങളൊന്ന് സംശയിച്ചിരുന്നു ഇതൊരു കുട്ടിക്കളിയായിരിക്കുന്നു. നവ് യു പ്രൂവ് ഇറ്റ്. എന്തോ ഒരു മിസ്സിങ് പറ്റിയതാണ്. എന്താ മിസ്റ്റർ വരുൺ, കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞല്ലോ സമയത്തിന്റെ വിലയെക്കുറിച്ച്. ഇത്രയും നേരം നമുക്ക് നഷ്ടപ്പെട്ട സമയത്തിന്റെ വില നിങ്ങൾ എങ്ങനെ തിരിച്ചു തരും? ടെൽ മീ. എക്സ്ക്യൂസ് മീ, എനിക്ക് വരുൺ സാറിനൊന്ന് കാണണം. സോറി, വരുൺ സാർ ഒരു മീറ്റിംഗിലാണ്. അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. അവിടെ ഗസ്റ്റ് റൂം ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്തോളൂ. സാറിനെ കാണാനുള്ള മറ്റുള്ളവര് അവിടെയാ വെയിറ്റ് ചെയ്യാറ്. അല്ല, ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് തന്നെയാ വരുന്നേ. സാറിന്റെ ഭാര്യയുടെ അനിയത്തിയാ. കുറച്ചു മുമ്പേ ഒരാള് സാറിന്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ വന്നിട്ട് സാറിന്റെ അളിയനാണെന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പൊ സാറിനെ കാണാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്ന സത്യ, എനിക്ക് വരുണിനെ കണ്ടേ പറ്റൂ. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കേ. മിസ്റ്റർ വരുൺ, ഇതൊരു അഡ്വൈസായി കാണണമെന്നില്ല. ആദ്യം ജീവിതത്തിനെ കുറിച്ച് കുറച്ചുകൂടി സീരിയസ് ആയി കാണാൻ പഠിക്കും. നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, അച്ഛൻ ആനപ്പുറത്തിരുന്നെന്ന് കരുതി മകന് തരമുണ്ടാകത്തില്ല. വേസ്റ്റ് ഓഫ് ടൈം. എന്തായാലും പരമേശ്വര സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് നമുക്കറിയാം. എന്താ രാധിക, എന്താ വന്നത്? അല്ല, അത്യാവശ്യമായിട്ട് വരുണൊന്ന് കാണണം. ഇവരോട് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. എന്താ കാര്യം? വാ. അതെ, സാറിന്റെ വൈഫിന്റെ ചേച്ചിയാ. അയ്യോ സോറി, ഞാൻ കരുതി സാറിനെ കാണാൻ വേണ്ടി വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന്.
വീട്ടിൽ നിന്ന് പരമേശ്വര സാർ അയച്ചതാ വരുണിനെ കാണാൻ. ഐ എം സോറി മാം. ആ അത് സാരില്ല. ആ രാധിക എന്നാ വരുൺ, എന്താ രാധിക? ഞാനത് തരാൻ വന്നതാ. ഓക്കെ, താങ്ക്സ് രാധിക. ആ ശരി. വാ. Excuse me. Can you please give me a 30 seconds? ഓക്കെ. ഇതാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ. വരുൺ, ഗ്രേറ്റ് ഐഡിയ. താങ്ക് യു സോ മച്ച്. സോറി വരുൺ, ഞങ്ങൾ നിങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. യു ഹാവ് ഡൺ എ ബ്രില്യൻ ജോബ്. താങ്ക് യു. വിത്തൗട്ട് എനി ഡൗട്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അല്ലേ മിസ്റ്റർ ഗോപിനാഥ്? യെസ്, ഷുവർ. അല്ല വരുൺ, ആക്ച്വലി എന്താ ആദ്യം സംഭവിച്ചത്? താൻ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി പരമേശ്വരൻ സാർ പരീക്ഷിച്ചതാണോ? മേ ബി ആയിരിക്കാം. പക്ഷേ ഞാൻ തോറ്റുപോകാൻ പാടില്ലെന്ന് ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അതിന്റെ ഫലമാണ്. എനിവേ, താങ്ക് യു all for your cooperation. Thank you again.